ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒരാൾക്ക് നല്ല സമയമോ മോശം സമയമോ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ പെർഫോമൻസിനെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കാര്യം തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ചില വിശ്വാസക്കാർ അതിനൊരു സമയം നോക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? ഒരു അസ്ട്രോളജിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു നല്ലൊരു ടൈം നോക്കി, ഇപ്പോൾ വീടൊക്കെ പാല് കാച്ചുന്ന ഒരു സമയം, ഒരു കല്യാണത്തിന്, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഓരോ സമയങ്ങൾ നമ്മൾ നോക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നല്ല ദിവസങ്ങൾ, ഈ ദിവസങ്ങളൊക്കെ കൊള്ളാം, നല്ലതാണ് എന്ന് വിചാരിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു സപ്പോർട്ടീവായിട്ട് നമുക്കൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സംഭവങ്ങളുണ്ട്, അല്ലേ? ഇതെല്ലാം ഉദ്ദേശം നല്ലതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു നല്ലൊരു റെസ്പോണ്ട്, നിങ്ങൾ ഈ സമയത്ത് തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ നമുക്കൊരു ദൈവ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഞാനിത് ചെയ്തു, ഞാനൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഞാനൊരു കല്യാണത്തിന് മുമ്പേ, അല്ലെങ്കിൽ ഞാനൊരു വീട് പാലുകാശിന് മുമ്പേ, അല്ലെങ്കിൽ ഞാനൊരു പഠിക്കാൻ പോകുന്നതിന് മുമ്പേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യത്തിൻ്റെ കൂടെ നമുക്ക് കുറേ കൂടെ ഒരു നന്മ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി പലരെയും കണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചിലർ ഇതിൽ വിശ്വസിക്കില്ല, അല്ലേ? രണ്ട് കൂട്ടരുണ്ട്. ചിലർ വിശ്വസിക്കുന്നു, ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. അതിൻ്റെ മെയിനായിട്ട് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അല്ലെങ്കിൽ ഒരു വളരെ നല്ലതായിട്ടുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഈ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ വളരെ ഊർജ്ജസ്വലനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വളരെ ഒരു ഹൈ എഫേർട്ട്, നമ്മളറിയാതെ വരുന്നൊരു ഹൈ എഫേർട്ടാണ് ഇട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ അവിടെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു സംഭവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, സമയങ്ങളിൽ, അല്ലെങ്കിൽ നല്ല സമയം, ബാഡ് സമയം എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സമയം നോക്കുന്നുണ്ട്, തെറ്റില്ല. എന്നാൽ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് നല്ല സമയവും മോശം സമയവും? അതായത് നമ്മുടെ സൂര്യൻ്റെ താഴെ ഭൂമി കറങ്ങുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അവരുടെ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ ലോകം നിലനിൽക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, അത് അവരുടെ വിശ്വാസം, അതിൽ നമുക്ക് തെറ്റ് പറയാനൊന്നുമില്ല. അങ്ങനെ അവർക്കൊരു വിശ്വാസം, ഈ ഒരു നല്ല സമയം ബാഡ് സമയത്തിൽ ഞാൻ എൻ്റെ കർമ്മങ്ങളിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ വിശ്വസിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അതിലും വളരെ തുടങ്ങണം. അവിടെയും അവർക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് അവരെന്താണോ കുഞ്ഞിലെ അവരുടെ കൾച്ചർ അനുസരിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനിക്കുന്നത്. എൻ്റെ കർമ്മഫലം മാത്രമാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, നല്ല കാര്യം, അതും അങ്ങനെ നടക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എന്താണോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ എതിർക്കാൻ നിൽക്കേണ്ട. നമ്മുടെ സൈഡ് എന്താണ്, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ആ കോൺട്രിബ്യൂഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ സമയം നോക്കാതെ ഒരു കർമ്മം ചെയ്താൽ ശരിയാകുമോ? അങ്ങനെ ഒരു കൺഫ്യൂഷനോടെ വേണ്ട. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ അത് മനസ്സിനും ഒരു ശാന്തത കിട്ടുന്നു, അല്ലെ? എങ്ങനെ ശാന്തത കിട്ടുന്നു? ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, മെയിനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതൊരു വിശ്വാസമാവാം. പിന്നെ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലോട്ട് പോകരുതെന്നുള്ളത്. ഇതിനൊക്കെ നമ്മുടെ തന്നെ മനസ്സുകൊണ്ട് കാണുന്ന ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ അവിടെ നിന്നാൽ മതി. അല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ പുറകേന് വീണ്ടും നമ്മൾ പോകുമ്പോഴാണ് അതൊരു വിശ്വാസമില്ലായ്മ, അതൊരു അന്ധവിശ്വാസത്തിലോട്ട് പോകുന്നത്. എന്താണ് ഈ അന്ധവിശ്വാസം? ഒരു സംഭവത്തെ അതിശക്തമായി വിശ്വസിക്കുക, അതിശക്തമായി. അതായത് ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്കും കഴിഞ്ഞ് പല കാര്യങ്ങളും പലരും പറയുന്നതിനെ കേട്ടിട്ട് അതിൻ്റെ പുറകിൽ പോകുമ്പോഴാണ് അത് ഒരു മോശം വിദ്യ, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിലോട്ട് അത് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇതാണ്,
ഒരു പരിധി വരെ നമ്മുടെ എന്താണോ നിങ്ങളുടെ കൾച്ചറിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അതുവരെയൊക്കെ നമുക്ക് ആവുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം എന്താണ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിട്ടാണ് അത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു കർത്തവ്യം ചെയ്യാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടുകയും നമ്മൾ അതനുസരിച്ച് പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും, അല്ലേ? പിന്നെ എന്ത് തന്നെ ആയിരുന്നാലും നമ്മളിലല്ല ചില കാര്യങ്ങൾ എന്താണ് നമ്മളെല്ലാം പറയുമ്പോൾ നമ്മൾ എന്ത് തന്നെ നമ്മൾ ശ്രമിച്ചിരുന്നാലും വെച്ചാലും കുറച്ചൊക്കെ വേറൊരു സ്റ്റോറിയും അവിടെ കിടപ്പുണ്ട്. ആ നേച്ചറിൻ്റെ ഒരു സ്റ്റോറി കിടപ്പുണ്ട്. അവിടെയും ചില തീരുമാനങ്ങളും റിമോട്ട് കൺട്രോളും ഒക്കെ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് തള്ളിക്കളയാനാവില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് പോകാം. കുറച്ചല്ല കൂടുതലും നമ്മുടെ പരിശ്രമങ്ങളാണ്, ബാക്കിയെല്ലാം നേച്ചർ നമുക്ക് തരുന്ന ഒരു ഗ്രേസാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.